വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം ഉയരുകയാണ്. 200-ലധികം പേരെ ഇനിയും കാണാമറയത്തുണ്ട്. രക്ഷാപ്രവർത്തനം മൂന്നാം ദിവസവും തുടരുകയാണ്. കൂടുതൽ സാമഗ്രികൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തിച്ചിട്ടുണ്ട്. ചൂരൽമലയിൽ ബെയിലി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചേരുന്നുണ്ട്. ആന്റണി, ഇനി നിർണായകം ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാവുക എന്നുള്ളതാണ്. ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കൂടുതൽ സാമഗ്രികൾ അവിടെ എത്തിക്കാൻ കഴിയും. രക്ഷാപ്രവർത്തനം കൂടുതൽ സുഗമമാക്കാനുള്ള ഒരു സാധ്യതയില്ലേ? തീർച്ചയായും കുറച്ചുകൂടി രക്ഷാപ്രവർത്തനത്തിന് വേഗത കൈവരുമെന്നുള്ളത് തന്നെയാണ്. കൂടുതൽ വാഹനങ്ങൾ അവിടേക്ക് എത്തിക്കാൻ കഴിയും. നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അത് തന്നെയാണ്. ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം, ബെയിലി പാലം പൂർത്തിയാവുന്നതോടുകൂടി കുറെ കൂടി രക്ഷാപ്രവർത്തനം എളുപ്പത്തിലേക്കാകും. കൂടുതൽ വാഹനങ്ങൾ എത്തിക്കാൻ പറ്റും. കൂടുതൽ ഈ യന്ത്രസാമഗ്രികൾ ഇപ്പോൾ നിലവിൽ ആ പുഴയിലൂടെയാണ് ഈ എക്സ്കവേറ്ററുകൾ അടക്കം അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ. അപ്പോൾ ഈ JCB അടക്കമുള്ള വാഹനങ്ങൾ, ടിപ്പർ ലോറികളടക്കം അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതിലൂടെ മണ്ണടക്കം അവിടെ നിന്ന് എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ് ബെയിലി പാലത്തിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. ആ ബെയിലി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. അതിൽ കൂടുതൽ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതേസമയം മുണ്ടക്കൈയും അതുപോലെ തന്നെ പുഞ്ചിരിമട്ടം ഈ ഭാഗം കേന്ദ്രീകരിച്ചും തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. മുണ്ടക്കൈ ഭാഗം ഇപ്പോൾ ഈ വലിയ ഒരു സങ്കടത്തിൻ്റെ ഒരു ഭൂമികയായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മുണ്ടക്കൈയിലെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. നിരവധി ഇന്നും മൃതദേഹങ്ങൾ മുണ്ടക്കൈയിൽ നിന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വേദനിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത്. ആ ഗ്രാമം അപ്പാടെ ഇല്ലാതെ ആയിരിക്കുന്നു. ഇപ്പോഴും കുറേ മനുഷ്യർ മുണ്ടക്കൈ മേഖലയിൽ കാണാമറയത്ത് തന്നെ തുടരുകയാണ്. രാവിലെ തന്നെ ഇന്നും രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നു. ഏതാണ്ട് 15ഓളം മണ്ണുമാന്തി യന്ത്രങ്ങൾ അവിടെയുണ്ട്. ആ മണ്ണുമാന്തി യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഇപ്പോൾ ഈ മണ്ണും ചെളിയും കല്ലും ഒക്കെ മാറ്റിയുള്ള തിരച്ചിലുകൾ തുടരുകയാണ്. അവിടെ ഇനിയും മനുഷ്യരെ കാണാനുണ്ട്. ഇപ്പോഴും ബന്ധുക്കളടക്കം പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവർ ഇനിയും അവർ കുറേ ഈ ഭാഗത്തൊക്കെ താമസിച്ചിരുന്ന ആളുകളെക്കുറിച്ച് ഒരു വിവരവുമില്ല എന്നുള്ള കാര്യം. അതനുസരിച്ചുള്ള തെരച്ചിലുകൾ അവിടെ നിലവിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമെന്ന് പറയുന്ന സ്ഥലം പുഞ്ചിരിമട്ടമാണ്. ഈ അട്ടമല ഈ പറഞ്ഞ മുണ്ടക്കൈക്കുമൊക്കെ അപ്പുറം പുഞ്ചിരിമട്ടം എന്ന ആ പ്രദേശത്താണ്. ഇപ്പോൾ ആ പ്രദേശത്തും തെരച്ചിൽ തുടരുന്നുണ്ട്. അവിടെ പക്ഷേ നിലവിൽ ഈ യന്ത്ര സാമഗ്രികൾ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അതിനുള്ള വഴികൾ ഒരുക്കുന്നുണ്ട്. ഏതാണ്ട് 1 മണിക്കൂറോടുകൂടി തന്നെ അവിടെ ഈ യന്ത്രക്കൈകൾ എത്തിക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ കൂടുതൽ അവിടെ തെരച്ചിൽ നടത്താൻ കഴിയുമെന്നുള്ളതാണ്. അവിടുന്ന് രക്ഷാപ്രവർത്തകർ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, ആ ഭാഗത്ത് ഏതാണ്ട് 55 വീടുകൾ ഉണ്ടായിരുന്നു. ഈ വീടുകൾ പൂർണ്ണമായും തകർന്ന സ്ഥിതിയാണ്. പ്രത്യേകിച്ച് അതിൽ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവനും എവിടെ പോയി എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യമായി നിൽക്കുന്നു. ഒരുപാട് ആളുകൾ മിസ്സിംഗ് ഉണ്ട് എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. അവർ നിലവിൽ ഈ ക്യാമ്പുകളിലേക്ക് എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഫോണിൽ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഒരു ബന്ധുക്കളുടെ അടുത്തേക്ക് ഇവർ എത്തിയിട്ടില്ല. ഇവരെവിടെ പോയി എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ പ്രാദേശികരായ നാട്ടുകാരായ അവിടെ നിന്ന് ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളെ കൂടെ കൂട്ടിക്കൊണ്ട് രക്ഷാപ്രവർത്തകർ അവിടെ ഓരോ വീടും തെരച്ചിൽ നടത്താനുള്ള ഒരു ഒരുക്കമാണ് നടത്തുന്നത്. പക്ഷേ നിലവിലത്തെ ഒരു സാഹചര്യം, ആ പ്രദേശം ആകെ തകർന്ന് അടിഞ്ഞ് കിടക്കുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ കൈകൾ കൊണ്ടുള്ള ഒരു മനുഷ്യസാധ്യമായ രക്ഷാപ്രവർത്തനം സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ യന്ത്രങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ യന്ത്രങ്ങൾ ഏതാണ്ട് 1 മണിക്കൂറോടുകൂടി അവിടേക്ക് എത്തിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എത്രയും വേഗം ആ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ വേഗം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. ഏതായാലും ഇന്നും ഈ മുണ്ടക്കൈ ഭാഗത്തു നിന്ന് മൃതദേഹങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. മരണസംഖ്യ അടിക്കടി വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. നമുക്കറിയാം, ഇപ്പോൾ 300-ന് മരണം അടുക്കുകയാണ്. 276ഓളം പേർ ഇപ്പോൾ തന്നെ മരിച്ചിട്ടുണ്ട്. ഇപ്പോഴും 240ഓളം പേർ കാണാമറയത്ത് തുടരുകയാണ്. ഇവരെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. ഈ മുണ്ടക്കൈ മേഖലയിൽ ഇനിയും ജീവന്റെ തുടിപ്പ്, ഈ തകർന്നു കിടക്കുന്ന വീടുകൾക്കിടയിലും അടിയിലുമൊക്കെയായി ഒരു ജീവന്റെ തുടിപ്പുകൾ ഉണ്ടാകാമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും രക്ഷാപ്രവർത്തകർ ഉള്ളത്. അതിന്റെ ഭാഗമായുള്ള തെരച്ചിൽ കൂടി അവിടെ നടക്കുന്നുണ്ട്. തുടരുക. ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകൻ സാലിം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. സാലിം, ഇപ്പോൾ മൂന്നാം ദിനവും രക്ഷാപ്രവർത്തനം ഇപ്പോൾ തുടരുകയാണ്. ഇപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് അവിടെ തുടരുന്നത്? ഞങ്ങൾ ഇതുവരെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ചൂരൽമല വില്ലേജ് ഓഫീസ് നിൽക്കുന്ന ആ ഏരിയയിലായിരുന്നു. അവിടെയാണ് ഏറ്റവും കൂടുതൽ ബോഡി നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ബോഡി വന്ന് അടഞ്ഞത്. ഇപ്പൊ ഞങ്ങൾ അവിടുന്ന് കുറച്ച് രക്ഷാപ്രവർത്തകർ കൂടി അവിടെ കൂടുതലായപ്പോൾ ഞങ്ങൾ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ആ ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും ബോഡികൾ എത്താൻ സാധ്യതയുണ്ട്. കാരണം നിലമ്പൂരിലേക്ക്, പോത്തുകല്ലിലേക്ക് ഇവിടുന്ന് ബോഡി എത്തിച്ചിരിക്കുന്ന നമ്മളെ സൂചിപ്പാറ ഭാഗത്ത് എന്തായാലും ബോഡികൾ തങ്ങി നിന്നിട്ടുണ്ടാവും. ഇന്നലെ അതിന്റെ അപ്പുറ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് 4 ബോഡി ഒരു ലേഖവും കിട്ടിയിരുന്നു.
അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വീണ്ടും സൂചിപ്പാറ ഭാഗത്തേക്ക് താഴെ പോയിട്ട് അവിടെ നിന്നിട്ട് പുഴയിൽ കൂടെ തന്നെ നടന്നു വരാനുള്ള ഒരു ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നിരവധി പേരെ കണ്ടെത്താനുണ്ടോ? അതുപോലെ തന്നെ ഈ കാലാവസ്ഥയൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ അനുകൂലമാണോ? കാലാവസ്ഥ ഇന്ന് എല്ലാം കൊണ്ട് അനുകൂലമാണ്. മഴയില്ല, ഒന്നുമില്ല. ഒരു രീതിയിൽ തന്നെ കാലാവസ്ഥ നിന്നുകൊണ്ടിരിക്കുകയാണ്. പുഴയിലടക്കമുള്ള ഒരു തിരച്ചിൽ രക്ഷാപ്രവർത്തനം ഇന്ന് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബെയിലി പാലം അടക്കം നിർമ്മിക്കുന്ന ഒരു നിർമ്മാണ പുരോഗതി അവിടെ നടക്കുന്നില്ലേ? പാലത്തിന്റെ പകുതി ഏകദേശം 90% അയക്കണേ. കുറച്ച് സമയം കൊണ്ട് ആ പാലത്തിന്റെ പണി തീരുമെന്നാണ് അറിഞ്ഞത്. അതുപോലെ തന്നെ ഒരുപാട് യന്ത്രങ്ങൾ, ഒരുപാട് ഇറ്റാച്ചുകൾ വന്നിട്ട് അവിടെ മണ്ണ് മാന്തി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ബോഡികൾ തെരഞ്ഞിട്ടുണ്ട്. ശരി, സലീം, സന്നദ്ധ പ്രവർത്തകൻ സലീമാണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചത്. ആന്റണി ജിസ്റ്റോർജ് ഉണ്ട്. ആന്റണി, പുഴയിലടക്കം തിരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ചാലിയാർ പുഴയിൽ നിന്നും ഇന്നും മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ മൃതദേഹങ്ങളൊക്കെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് അവിടെ നടക്കുന്നത്? തീർച്ചയായും ചാലിയാറും അതൊരു കണ്ണീർ പുഴയായി തന്നെ മാറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയാം, ഈ ദുരന്തമുണ്ടായ ആ മണിക്കൂറുകൾ മുതൽ അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചാലിയാറിൽ നിന്നും നിരവധി മൃതദേഹ അവശിഷ്ടങ്ങളുമാണ്. ഏതാണ്ട് 80-ന് മുകളിൽ മൃതദേഹങ്ങളും അതുപോലെ തന്നെ മൃതദേഹത്തിൻ്റെ ഈ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമൊക്കെ ചാലിയാറിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നും മൃതദേഹങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്നായി ലഭിച്ചിട്ടുണ്ട്. ചാലിയാറിൽ നിന്ന് ഈ പോത്തുകൽ ഭാഗത്ത് നിന്ന് 4 മൃതദേഹം, ഇപ്പോൾ അതുപോലെ തന്നെ കോവിലകത്ത് മുറി എന്ന പ്രദേശത്ത് നിന്ന് ഒരു മൃതദേഹം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അരീക്കോട് ആ ഭാഗത്ത് നിന്ന്, ഈ പുഴ ഒഴുകുന്ന ഒരു ഭാഗമാണ് ആ അരീക്കോട് ഭാഗത്ത് നിന്നും ആ മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ് പോത്തുകലിൽ നിന്നും ഈ ഈ ചാലിയാറിൻ്റെ തീരങ്ങളിൽ നിന്നുമൊക്കെ കാണുന്നത്. മൃതശരീരങ്ങൾ എന്ന് പറയാൻ കഴിയില്ല. അത് ചില ഈ ബോഡികൾ, ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് അത് ഈ പ്ലാസ്റ്റിക് കവറുകളിലുമൊക്കെ ആക്കി കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അത്രയും ഒരിക്കലും കണ്ടു നിൽക്കാൻ കഴിയാത്ത അത്തരത്തിലുള്ള വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് അവിടെ ഈ പോത്തുകല്ലിൽ, ഈ നിലമ്പൂരിൽ ഈ ചാലിയാറിൻ്റെ തീരത്ത് നിന്ന് പോത്തുകല്ലിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നും മൃതദേഹങ്ങൾ അവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ്. ഇന്നലെയും കിട്ടി, മിനിഞ്ഞാന്നുമൊക്കെയായി നിരവധി മൃതദേഹങ്ങളും ശരീരത്തിൻ്റെ ഭാഗങ്ങളും ഒക്കെയാണ് ലഭിക്കുന്നത്. കണ്ട് നിൽക്കാൻ, അല്ലെങ്കിൽ അത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതിനേക്കൊക്കെ അപ്പുറത്താണ് ആ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് പോത്തുകല്ലിൽ, ഈ ചാലിയാറിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുന്നുണ്ട്. ചാലിയാറിൽ മഴ കനത്തിട്ടുണ്ട്, പക്ഷേ തെരച്ചിൽ ഇപ്പോഴും ശക്തമായി തന്നെ നിലവിൽ തുടരുന്നുണ്ട്. അവിടെ ഇന്നും വളരെ വേദനിപ്പിക്കുന്ന ആ കാഴ്ചയാണ് പോത്തുകല്ലിൽ നിന്ന് കാണാൻ കഴിയുന്നത്. നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലേക്കാണ് ഈ മൃതദേഹങ്ങളിൽ പുഴയിൽ നിന്ന് ലഭിക്കുന്നത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്കാണ് എത്തിക്കുക. അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അത് മേപ്പാടിയിലെ CHC-യിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. ഇന്നലെ നിരവധി മൃതദേഹങ്ങൾ അവിടേക്ക് കൊണ്ടുപോയിരുന്നു. ആ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മേപ്പാടിയിലേക്ക് കൊണ്ടുപോയിരുന്നു. ഇനിയുള്ള ബാക്കിയുള്ള മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. അതുപോലെ തന്നെ ശരീരഭാഗങ്ങളൊക്കെ ലഭിച്ചിരിക്കുന്നത്. വളരെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് പോത്തുകല്ലിൽ നിന്നും ചാലിയാറിൽ നിന്നുമുള്ളത്. ചാലിയാറിൽ നിന്നൂടെ ഒഴുകുന്നത് കണ്ണീരാകുന്നു. ഒരുപാട് മനുഷ്യരുടെ ചോര ഒഴുകുന്ന ഒരു പുഴയായി ഈ ചാലിയാർ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. അങ്ങനെ ചാലിയാറിൽ നിന്നും ഇന്നും മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അവിടെ ജില്ലാ ആശുപത്രിയിൽ ആ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം CHC-യിലേക്ക് കൈമാറുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആന്റണി, ഈ പുഞ്ചിരിമട്ടത്തും വലിയൊരു ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അവിടുത്തെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നുണ്ടോ? പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണെന്നാണ് അറിയാൻ സാധിച്ചത്. നിലവിൽ പുഞ്ചിരിമട്ടം പ്രദേശത്ത് തെരച്ചിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പ്രദേശത്ത് ഇപ്പോൾ തെരച്ചിലിനുള്ള ഒരു പ്രതിസന്ധി നിലവിൽ, അവിടേക്ക് യന്ത്രങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. യന്ത്രങ്ങൾ എത്തിച്ച ശേഷം തെരച്ചിൽ കൂടുതൽ സജീവമായി അവിടേക്ക് നടത്താൻ കഴിയും എന്നുള്ളതാണ്. കാരണം ഒത്തിരി, ഒരു പ്രദേശം മുഴുവനായി തന്നെ മണ്ണിനടിയിലായിരിക്കുകയാണ്. അവിടെ മണ്ണും കല്ലും ഈ ചെളിയുമൊക്കെ അടിഞ്ഞുകൂടി കിടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തേക്ക് ഈ യന്ത്രങ്ങൾ എത്തിച്ചാൽ, ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ അടക്കം എത്തിച്ചാൽ മണ്ണ് നീക്കേണ്ടതുണ്ട്. അപ്പോൾ അത് എത്തിക്കാനുള്ള വഴികൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. 1 മണിക്കൂറിനുള്ളിലോ 2 മണിക്കൂറിനുള്ളിലോ യന്ത്രങ്ങൾ അവിടേക്ക് എത്തിക്കാൻ സാധിക്കും. അതെത്തിച്ചാൽ അവിടെ കൂടുതൽ തിരച്ചിൽ നടത്താൻ കഴിയും. അത് അവർ പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 55 വീടുകൾ ആ ഭാഗത്തുണ്ടായിരുന്നു. ആ വീടുകളിൽ ആളുകളും ഉണ്ടായിരുന്നു. ആ വീടുകളൊക്കെ തകർന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ രക്ഷാപ്രവർത്തകർ
രക്ഷാപ്രവർത്തകർ പറയുന്നത്. അതിൽ കുറേ മനുഷ്യർ ഇപ്പോഴും കാണാമറയത്താണ്. അവരെവിടെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ ഈ മനുഷ്യർ ക്യാമ്പുകളിലേക്ക് എത്തിയിട്ടില്ല, ബന്ധുക്കൾ അടക്കമുള്ളവരുമായി ബന്ധപ്പെടുകയോ അവർക്ക് അരികിലേക്കോ എത്തിയിട്ടില്ല. അപ്പോൾ ഇവരെ കാണാമറയത്ത് തന്നെ തുടരുകയാണ്. അപ്പോൾ അവർ ചെയ്യുന്നത് ഈ നാട്ടിലുള്ള ജനങ്ങളുടെ അടുത്തേക്ക് ആളുകളെ കൊണ്ടുവന്ന് ആ ഭാഗത്ത് അവിടെയുള്ള പ്രദേശത്തുള്ള നാട്ടുകാർ തന്നെ എത്തി ഓരോ വീടും നിന്നിരുന്ന സ്ഥലം കേന്ദ്രീകരിച്ച് പരിശോധന നടത്താനാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത്. ആ പരിശോധന അവർക്ക് കഴിയുന്ന വിധത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ യന്ത്രങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. യന്ത്രങ്ങൾ എത്തിക്കുന്നതോടുകൂടി തന്നെ പുഞ്ചിരി മട്ടത്ത് ആ തിരച്ചിൽ തുടങ്ങും. ഈ വീടുകൾ കേന്ദ്രീകരിച്ച് നിരവധി വീടുകൾ അവിടെ ഉണ്ട്. 55ഓളം വീടുകൾ അവിടെ കാണാതെ പോയി. ഒരു ഭാഗം മുഴുവൻ ഇല്ലാതെയായി എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഈ തെരച്ചിൽ ശക്തമായി തന്നെ തുടരുകയാണ്. അതുപോലെ തന്നെ മുണ്ടക്കൈ ഭാഗത്തും തെരച്ചിൽ ശക്തമാണ്. ഇന്ന് 15 വാഹനങ്ങൾ, 15 മണ്ണുമാന്തി യന്ത്രങ്ങൾ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ 15 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് ഇന്ന് ഈ പ്രദേശത്ത്, അതായത് മുണ്ടക്കൈയിൽ നടക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ നമുക്കറിയാം, ഇന്നലെ നേരിട്ട ഏറ്റവും ഉച്ചവരെയൊക്കെ നേരിട്ട ഒരു പ്രതിസന്ധി അവിടേക്ക് വാഹനങ്ങൾ എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ പ്രത്യേകിച്ച് മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളൊരു വലിയ പ്രതിസന്ധിയായി നിലനിന്നിരുന്നു. അപ്പോൾ ഈ കല്ലും അവിടെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് സ്ലാബുകൾ ചിറ്റിക മറ്റും ഉപയോഗിച്ച് തകർത്ത് വടം കെട്ടി വലിച്ചു മാറ്റിയാണ് അതെല്ലാം അതിൽ നിന്നൊക്കെ മാറ്റി ആളുകളെ കണ്ടെത്തിയത്, മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഉച്ചയോടുകൂടിയാണ് 2 വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ അവിടേക്ക് ഡി ബിനോയ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഡി ബിനോയ്, വയനാട്ടിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള സർവകക്ഷി യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്?